ഉണ്ടായിരുന്നു? അടിപൊളി അടിപൊളി. മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇന്നേ വരെ കാണാത്ത ലെവൽ രീതിയിൽ വരെ മമ്മൂക്കനെ ഇത് അഴിച്ചുവിട്ടിട്ടുണ്ട്. എന്താ പറയാ, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പരിപാടി തന്നെയാണ്. മമ്മൂട്ടി അഴിഞ്ഞാടുകയാണ്. നമുക്ക് ഇതേവരെ ചെയ്തതിൽ വ്യത്യസ്തമായ നല്ലൊരു സിനിമ. നല്ല പടമാണ്, ഒരു വെറൈറ്റി പടമാണ്. പിന്നെ ഒരു പുതിയ ടെക്നിക്കാണല്ലോ ഗെയിം കില്ലർ. നല്ല രസമുണ്ട് അല്ലേ? ഇഷ്ടപ്പെട്ട മോനെ ഏതാണ് 8-2? നമ്മൾ വിചാരിക്കാത്ത ഒരു സൂപ്പർ ക്ലൈമാക്സ് പടം. നല്ല സൂപ്പറായിട്ട് പടമാണ്. മമ്മൂട്ടി വെറുതെ അഴിഞ്ഞാടിയിട്ടുണ്ട് ഈ പടത്തിൽ. എഡിൽ എൻ്റർടൈനർ നല്ല സൂപ്പറായിട്ട്. മമ്മൂട്ടി ഒരു അഴിഞ്ഞാട്ടം തന്നെ പടത്തിൽ നല്ല സൂപ്പറായിട്ടുണ്ട്. ലാസ്റ്റ് ഗംഭീരം അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു രക്ഷയില്ല. ഡയറക്ഷൻ ആരും എന്തായാലും ഇതിനു മുമ്പ് കാഴ്ച ബ്ലസ്സിയോടാണ്, അല്ലെ ബ്ലസ്സിയാണ് കഥ പറയാൻ വന്നിട്ട് മമ്മൂട്ടി സിനിമ സംവിധാനം ചെയ്യിപ്പിച്ചത്. ഇപ്പോൾ ഡിനോ ഡെന്നീസ് മലയാളത്തിന്റെ ഒരു പുതിയ വാഗ്ദാനം, ഒരു സംവിധാനത്തിൽ ഒരു പുതിയ വാഗ്ദാനം തന്നെയാണ് ഡിനോ ഡെന്നീസ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഒരു രക്ഷയില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമ തന്നെയാണ്. അതിനെക്കുറിച്ച് അത്ര പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല. കുറച്ച് സസ്പെൻസ് ആണ്. എല്ലാവരും എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണാം. സൂപ്പറായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ. Okay, so please. Everybody is going to love him and everybody is going to love the film. So let's wait. Yeah, we are okay. Sir, take care, man, guys. Thank you so much. Thank you all of you. ഈ പരീക്ഷണങ്ങളുടെ തമ്പുരാന്നാണ് പറയുന്നത്. ഒരുപക്ഷെ സിനിമയുമായി ബന്ധമുള്ള ആളായതുകൊണ്ടായിരിക്കാം പുതുമ ഒരു അപരിചിതത്വമായിട്ട് തോന്നിയിട്ടായിരിക്കും. ഒരു എക്സ്പീരിയൻസ് ഡയറക്ടർ ചെയ്ത പോലെ തന്നെ അതേമാതിരി തന്നെ ഇത്രയും ആക്ടേഴ്സിനെ ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ എവിടെയും അതിൻ്റെ ഒരു ഡിലേ തീർച്ചയായും നല്ല പടമാണ്. അവസാനം വരെ സസ്പെൻസ് ഉള്ളൊരു പടമാണ്. അപ്പോൾ ഈ സസ്പെൻസ് ഉള്ളൊരു പടം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കാണാൻ ഇപ്പം കണ്ടവർ തന്നെ പറഞ്ഞ ആൾക്കാരോട് പറഞ്ഞത് അത്ര ഹെവി ആയിട്ട് വന്നു. എല്ലാവരുടെയും പ്രാർത്ഥന അസുഖം മാറി വരിക എന്ന് മാത്രമാണ്. ക്ലൈമാക്സ് സൂപ്പറായിട്ടുണ്ട്. മമ്മൂക്ക ഓവറോൾ എങ്ങനെയുണ്ട്? ഓവറോൾ ഒരു വൺ മാൻ ഷോ ആണ്. മമ്മൂക്കയുടെ ഒരു വൺ മാൻ ഷോ ആണ്. അങ്ങനെ തോന്നിയില്ല. റോളാണെങ്കിലും ചെയ്തവരെല്ലാം ഭംഗിയായിട്ട് ചെയ്ത മാതിരി തോന്നി. ഇങ്ങനത്തെ ഒരു ലുക്ക് ഇതുവരെ കണ്ടിട്ടില്ല. നല്ല അടിപൊളിയായിരുന്നു മൂവി. പൊളിച്ചടിക്ക് പോകും. അതെ അതെ. അപ്പോൾ എന്നെപ്പോലുള്ള ആക്ടേഴ്സിനെ എല്ലാവരും ഒന്ന് കാണാൻ പ്രോത്സാഹിപ്പിക്കുക. എൻ്റെ പേര് സ്നേഹ ജട്ടോന്നാണ്. എല്ലാവരും ബസ്സൊക്കെ കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉറപ്പായിട്ട് സ്റ്റൈലൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഇതുവരെ നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു രീതിയിൽ മമ്മൂട്ടിനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ മമ്മൂക്ക സിനിമ ചെയ്തപ്പോൾ അത് വന്ന് കാണുന്നതിന് വേണം. അത്രയ്ക്ക് നന്നായിട്ട് പുള്ളി വളരെ ഡിഫറെൻ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ സെലക്ട് ചെയ്യുന്ന എല്ലാം ഡിഫറെൻറ്റ് പ്രോജക്ട്സ് ആണെങ്കിലും ഇത് അതിലും വ്യത്യസ്ത രീതിയിലുണ്ട്. ഈ മമ്മൂക്കയുടെ ഈ ലാസ്റ്റ് 20 മിനിറ്റ്സിൻ്റെ ഒരു ഷാഗ് ഉണ്ടല്ലോ, അതെങ്ങനെയുണ്ടായിരുന്നു സ്ക്രീൻ പ്രസൻസ്? ഞാൻ അധികം ഒന്നും പറയുന്നില്ല. എല്ലാവരും സിനിമ വന്ന് കാണട്ടെ. കാരണം ഭയങ്കര സൂപ്പർബായിട്ടാണ് അതിൻ്റെ ആ ത്രില്ലിംഗ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒന്ന് റിവീൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ത്രില്ലിംഗ് ആസ്പെക്റ്റ് തന്നെ ഇരിക്കട്ടെ. പക്ഷെ വന്ന് കാണുന്നവർക്ക് പ്രതീക്ഷിക്കുന്നതിലും ഡിഫറെൻ്റ് ആയിരിക്കും.
എക്സ്പീരിയൻസ്. ബസൂക്ക 220 വെച്ച് ചെയ്യുന്നുണ്ടോ? യെസ്, 100%. ഇത് കാണുമ്പോൾ അങ്ങനെ ഒരു ബസ് കട്ടുവും ഉണ്ടാവട്ടെ. നമുക്ക് പൊളിച്ചടിക്കും. അപ്പം മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയതിൽ ആദ്യമായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം മഹേഷ് നാരായണൻ സാറിൻ്റെ ഫിലിമിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മാസ് എൻ്റർടൈനിങ് ആയിട്ടൊരു മമ്മൂക്ക ഫിലിം കുറേ നാളുകൾക്ക് ശേഷം നമുക്ക് ശരിക്കും കാണാൻ പറ്റും. പുള്ളി എല്ലാം ചെയ്യുന്നതും വ്യത്യസ്തമായ സിനിമയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വളരെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നെപ്പോലുള്ള ആക്ടേഴ്സിനെ വന്ന് പ്രോത്സാഹിപ്പിക്കണം, സിനിമ കാണണം. എല്ലാവർക്കും ബസൂക്ക ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. എങ്ങനെയാണ് ബസൂക്കയിൽ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ്? അമേസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഡീനോ ഡെനിസ് ഇസ് എ ഡയറക്ടർ. ഫാൻറ്റാസ്റ്റിക് ആയിട്ടൊരു ഡെബ്യൂട്ടോൺ ഡയറക്ടർ എന്ന രീതിയിൽ നോക്കിയാൽ ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളാരും പ്രതീക്ഷിക്കുന്നതിലും മുകളിലാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്. അപ്പോൾ എല്ലാവരും കാണുമ്പോൾ മനസ്സിലാവും. ഈസ് എ വണ്ടർഫുൾ ഡയറക്ടർ. ഈസി ആയിരുന്നു വർക്ക് ചെയ്യാൻ ആൻഡ് ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ബസൂക്ക സെറ്റ് ആകും മൊത്തം. മമ്മൂക്കയുടെ കൂടെ ആണെങ്കിലും ഫുൾ ടീമിൻ്റെ കൂടെ ആണ്. എങ്ങനെയാണ് സ്ക്രീനിൽ കണ്ടപ്പോഴത്തേക്ക് തോന്നിയ ഒരു? നല്ല ഒത്തിരി സന്തോഷമായി. കാരണം ഇത് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു ബസൂക്ക റിലീസാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാത്തിരിപ്പിൻ്റെ ആ ഒരു ഫലം വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട് സ്ക്രീനിൽ. വിചാരിച്ചതിനേക്കാളും ഒത്തിരി കൂടുതൽ നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ഫിലിം ആകെ മൊത്തം ഒത്തിരി ത്രില്ലിംഗ് ആണ്. അപ്പോൾ എല്ലാവരും വന്ന് കാണുക. അതിൻ്റെ ആ ഒരു സ്റ്റോറി ഫോളോ ചെയ്തത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. എന്നെ പോലുള്ള ആക്ടേഴ്സിനെ വന്ന് പ്രോത്സാഹിപ്പിക്കുക. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്തത്രയും ഡയറക്ടേഴ്സിനെയാണ് മമ്മൂക്ക ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്താളാണ് ഡീനോ ഡെന്നിസ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഡിബോട്ട് ഡയറക്ടറിൻ്റെതായ നമ്മൾ കാണുമ്പോഴത്തേക്ക് ഒരു എക്സ്പീരിയൻസ് ഡയറക്ടർ പോലെ തന്നെ മമ്മൂക്ക അങ്ങനെ ആക്കിയെടുക്കുന്ന ഒരു രീതി നമ്മൾ കാണാറുണ്ട്. ഫസ്റ്റ് മൂവ് ചെയ്യാൻ നമുക്ക് ഒരിക്കലും തോന്നില്ല. കാരണം അദ്ദേഹത്തിന് അത്രയും നല്ല ഇൻറ്റ്യൂഷൻ ഉണ്ട്. പുള്ളിക്ക് ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ട്. ചില ആൾക്കാർക്ക് അതിൻ്റെ കേപ്പബിലിറ്റി ഉണ്ട്, അറിവുണ്ട്, നന്നായിട്ടൊരു സിനിമയെ ചെയ്യാൻ പറ്റും എന്നുള്ള പുള്ളിക്ക് തന്നെ അറിയാവുന്ന ആൾക്കാരെയാണ് പുള്ളി വിശ്വസിക്കുന്നത്. അതിപ്പോൾ ഈ സിനിമയിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. വളരെ വിശ്വസിച്ചേൽപ്പിച്ച ജോലി ഡീനോ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് എല്ലാവരും അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവരും വളരെ ഭംഗിയായിട്ട് തന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുമുണ്ട്. ആൻഡ് ആസ് എൻ എക്സ്പീരിയൻസ് ഓൾസോ വർക്കിംഗ് ഓൺ ദിസ് ഫിലിം എനിക്ക് ഒത്തിരി സന്തോഷം നൽകിയ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ കണ്ടപ്പോൾ അത് ഡബിളായി അതിന് സന്തോഷം. സിനിമയുടെ വളരെ ഡിഫറെൻ്റ് ആണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു ക്വാളിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ധൈര്യപൂർവ്വം ലോകത്തിൽ ആരെയും കാണിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നു. ഇന്റർനാഷണൽ ക്വാളിറ്റി തന്നെയാണ് 100% ഓവറോൾ നമ്മുടെ ഒരു ഇൻ്റർനാഷണൽ. ഓക്കെ, പ്രേക്ഷകരുടെ സ്റ്റാൻഡേർഡ് ഉയർന്നു വരുന്നത് പോലെ തന്നെ ഈ സിനിമയുടെ സ്റ്റാൻഡേർഡ് അതുപോലെ തന്നെ ഉയർന്നു വരുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം രീതിയിലാണല്ലോ സിനിമ പോകുന്നത്. പുതിയൊരു ജോണറാണ് മലയാളത്തിൽ അധികം വന്നിട്ടില്ലാത്തൊരു ജോണർ. അപ്പോൾ അതിൽ ആ രീതിയിൽ ഞാനും ഒരു മലയാളം സിനിമ കണ്ടില്ല. അപ്പോൾ ഇത് കാണാൻ പറ്റിയതിൽ എനിക്കും കഥയൊന്നും അധികം അറിയില്ലായിരുന്നു. വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ഞാൻ ഫുൾ ഫിലിം എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആദ്യമായിട്ട്. അപ്പം ഞാനും ആദ്യമായിട്ട് എന്നെ കാണുന്നത്. അത് വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക്സ് അലോട്ട്. നമ്മൾ മമ്മൂക്കാനെ ഇതുവരെ കാണാത്തൊരു സ്വാഗതം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന് അപ്പുറം നമ്മൾ എന്താണ് മമ്മൂക്കയെന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു സ്റ്റൈലിൽ ഇതൊക്കെ അതിന് അപ്പുറമാണ് തരുന്നത് ഫിലിമിലൊക്കെ. ആ സ്വാഗും കാര്യങ്ങളൊക്കെ അതുമാത്രമേ ഒരു മലയാള സിനിമയിൽ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഡീനോ ഡെന്നിസ് എടുത്തിരിക്കുന്നത്. ഒരു ന്യൂ ഡയറക്ടർ എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടത്തില്ല. നല്ല മേക്കിംഗ് മലയാള സിനിമ കാണാത്ത ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ്.